ഹലോ ഗൈസ്, നമ്മളിന്ന് ഒരു സി എസ് കളിക്കാൻ പോവാണ്. ഒരു കിടിലൻ സി എസ് ആട്ടോ. 2-3 എയ്സൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കാം. സ്കിപ്പൊന്നും അടിക്കില്ല, ഫുൾ വീഡിയോ കാണുക. അതായി എനിക്ക് പറയുള്ളൂ. സെറ്റപ്പ് സി എസ് ആട്ടോ. ഫസ്റ്റ് റൗണ്ട് നമ്മൾ ഈ ഗണ്ണെടുത്തുണ്ട്, ഈ മിനി ഷോട്ട് ഗൺ എടുത്തിട്ടുണ്ട്, അല്ല ബേബി ഷോട്ട് ഗൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ കൂടെ കളിക്കുന്ന 2 ടീംമേറ്റും ഫ്രണ്ട്സ് ആട്ടോ. ഈ 1-ാം നമ്പർ EX7 എന്ന് പറയണവൻ എൻ്റെ കൂട്ടുകാരനാ. ഈ 3-ാം നമ്പർ KL ഓർബിറ്റും എൻ്റെ ഫ്രണ്ടാണ്. ഈ KL ഓർബിറ്റിൻ്റെ ഒരു യൂട്യൂബ് ചാനലും കണ്ടുണ്ട് കേട്ടോ ഗൈസ്. യൂട്യൂബ് ചാനലുണ്ട്, അവൻ്റെ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഓർബിറ്റ് 5 അറിയില്ല. അവൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അവൻ്റെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അവൻ്റെ ഒരു 2-3 വീഡിയോയിൽ ഞാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ബുക്കോ 2 കില്ലൊക്കെ നമ്മളെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് നമ്മളങ്ങനെ എടുത്തു. സെക്കൻഡ് റൗണ്ടാണ് ഗെയ്സ്. ഈ റൗണ്ട് നിങ്ങൾ മിസ്സാക്കല്. ഈ റൗണ്ടാണ് നിങ്ങൾ കാണേണ്ടത്. അതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതാണ് ഈ കളി, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കുറച്ച് പട്ടിഷൊക്കെ ഇറക്കുന്നുണ്ട്. പട്ടിഷൊക്കെ ഇരിക്കട്ടെ, ചുമ്മാ പട്ടിഷൊക്കെ ഇരുന്നോട്ടെ. നമ്മളാണെങ്കിൽ മറ്റേ കോടാലി എനിക്ക് കൈ പിടിക്കുന്ന ഇഷ്ടമാണ്. ഞാൻ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു, അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. കോടാലിയൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ തീർച്ചയില്ല നല്ല ഡാമേജ് കിട്ടിയപ്പോഴത്തേക്കും വാളിട്ടു. അവനെ അടിക്കാൻ നോക്കുമ്പോൾ അവനെ കവറെടുത്തു. ടീമേറ്റൊക്കെ ആണോ റഷ് അടിക്കുവാണ്. ഒരുത്തനെ കൊന്നു, ഒരു നോക്കാക്കി. EX7 ഒരുത്തനെ നോക്കാക്കി. നമ്മുടെ ടീമിൽ ഒരുത്തൻ പടമായിട്ടുണ്ട്. 2-ാമത്തവനും പടമായിട്ടുണ്ട്. 3-ാമത്തവൻ ഇപ്പം ചാവും. അപ്പം ഇനി ടീമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്താവുമെന്ന് നിങ്ങൾ തന്നെ കണ്ടോളൂ. പറച്ചിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് ഐസായിരിക്കുമെന്ന്. നിങ്ങൾ നോക്കിക്കോളൂ. ആ ജനലിലോട്ട് ചാടാൻ പറ്റില്ല. അവൻ എത്തിപ്പില്ലായിരുന്നു തോന്നുന്നു, അതുകൊണ്ട് പെട്ടെന്ന് കൊന്നു. അടുത്തവൻ വരുമ്പോഴേക്കുമ്പേ നമ്മൾ അതിൻ്റെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി നൈസൊരു എസ്കേപ്പ് നടത്തി അപ്പുറത്തെ വീട്ടിനുള്ളിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ വീടിനുള്ളിൽ വന്ന് മെഡിക്കിറ്റ് അടിക്കുവാണ്. അപ്പോഴത്തേക്കും നമുക്ക് മറ്റൊരു ക്യാരക്ടറില്ലേ ഗൈസ്, ഒരു ക്യാരക്ടറുണ്ട് നമ്മൾ അടിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റണേ. അപ്പോൾ ഒരുത്തൻ കയറി വന്ന് അടിച്ചിട്ടു. അവനെ ഫിനിഷ് ആക്കുമ്പോഴത്തേന് എനിമി വന്നു. അതുകൊണ്ട് ഞാൻ ചാടി പുറത്തോട്ട് വന്നു. അടുത്തവനെ അടിച്ചിട്ടു. അപ്പോൾ മറ്റവനെ റിവൈവ് ആക്കി നേരത്തെ അടിച്ചിട്ടവന് അവൻ ദേ പോണു. അതെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിലോട്ട് ചാടി റിവൈവ് ആക്കി എന്തേ പോണു. അവനടിച്ചിട്ടു. ഇനി മറ്റവനും കൂടി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അവനെയും കൂടെ അടിച്ചിട്ടാൽ മതി. എയ്സാണ് നമ്മൾ. ഗൈസ്, അങ്ങനെ എയ്സ് അടിച്ചിരിക്കും. ഈ കളി നമ്മൾ റൗണ്ട് 2 നമ്മൾ എയ്സ് അടിച്ചു. ഇമോട്ടോ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇമോട്ട് ഇട്ടില്ല. എൻ്റെ പഴയ അക്കൗണ്ടിലായിരുന്നു 2-3 ഒരു റെയർ ഇമോട്ടൊക്കെ ഉണ്ടായിരുന്നു. പഴയ അക്കൗണ്ട് തന്നെ ചെയ്യാനായി ബാനായിപ്പോയി. സത്യം പറഞ്ഞാൽ അത് ബാനായതാ. പാനലൊന്നും യൂസ് ചെയ്തില്ല, എന്തോ ഒരു ബഗ് യൂസ് ചെയ്താൽ യൂട്യൂബിൽ കണ്ടത്. ചുമ്മാ ഭൂമിൻ്റെ അടിയിലോട്ട് പോയി ചത്തു. പിന്നെ പിറ്റേന്ന് കയറുമ്പോൾ എന്തൊക്കെ എഴുതി കാട്ടണു, ലോഗിൻ ചെയ്യാൻ പറ്റുള്ള അക്കൗണ്ട്. എന്നിട്ട് പുതിയതായിട്ട് കുറേ ദിവസം ഞാൻ കളിക്കാണ്ടൊക്കെ ഇരുന്നു. എന്നിട്ട് പുതിയതായിട്ട് തുടങ്ങിയ അക്കൗണ്ടാണ് ഈ സ്റ്റാർക്ക്. ആദ്യം പറഞ്ഞ് സ്റ്റാർക്കെന്ന് പേരിട്ടത് ഞാനല്ല, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തനാണ്. അവൻ്റെ പേര് ബാദുഷ എന്നാണ്, എൻ്റെ കൂട്ടുകാരനാണ്. അവനും കളിക്കുകയൊക്കെ ചെയ്യും ഫ്രീ ഫയർ. നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും പ്രോ പ്ലെയർ എന്ന് വെച്ചാൽ ബെൻസൺ എന്ന് പറയുന്ന ഒരുത്തനാണ്. 3 ആയിട്ടുണ്ട്. ഈ കളിയിലും ഉണ്ട് ഗൈസ് ഒരു കിടിലൻ എയ്സ്, നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ടീമേറ്റ് 3 ഇപ്പോൾ പടമാവും.
അപ്പോൾ ഞാൻ ആ ബംഗാളിനെ ഒന്ന് പൊക്കി കൊടുക്കാൻ പോവാ കേട്ടോ. 4-ാം നമ്പറിനെ ഒന്ന് പൊക്കി കൊടുത്തു. ആ 4-ാം നമ്പറിനെ പൊക്കി കൊടുത്തു കേട്ടോ. അടുത്ത് ഒരുത്തൻ കയറുന്ന അവനെ അടിച്ചിട്ടുണ്ട് കുട്ടിക്ക്. ഞാൻ ഒരുത്തനും കൂടെ ഉള്ളൂ. മെഡിക്കറ്റ് ഫുള്ളടിച്ചിട്ട് അങ്ങ് കയറിപ്പോയപ്പോൾ എല്ലാം അവസ്ഥയുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ഐസ് എടുത്തിരിക്കുന്നു. 2 കളി ഐസ്, ഇത്രയൊക്കെ ഉള്ള ഐസ്. ഇനി മൊത്തം മൂഞ്ചലാണ്. ഈ കളിയൊക്കെ മൂഞ്ചലാണ്. ഈ കളി ഞാൻ ഐസ് എടുത്തായിരുന്നു മോനെ പൊള്ളിക്കും. പക്ഷെ ഞാൻ ഈ കളി ഐസ് എടുത്തില്ല. എല്ലാവരും പോയി ചാവും വീണ്ടും. ഓർബിറ്റാണ് എന്നെ ഇടിച്ച് കാട്ടണു, ഇരുന്ന് കാട്ടണു. എൻ്റെ മൈക്ക് ബാനായി ഗൈസ്. ഓണർ സ്കോർ കുറയുന്നോണ്ടേ മൈക്ക് ബാനാവും. ഓണർ സ്കോർ എങ്ങനെ കുറയണമെന്ന് വെച്ചാൽ വീട്ടിൽ വൈഫൈ ഉണ്ടല്ലോ, വൈഫൈ ആട്ടോ. എൻ്റെ ഫോണിൽ ഇതില്ല, ബാലൻസ് ഇല്ല. അതുകൊണ്ട് വീട്ടിലെ വൈഫൈ ഉള്ളതുകൊണ്ട് കറണ്ട് പോകുമ്പോൾ വൈഫൈ വെക്കും. ഇവിടെ ആണെങ്കിലോ ഏത് നേരം കറണ്ട് പോകാൻ വരികയും ചെയ്യും. അതുകൊണ്ട് BR CS ഒക്കെ കളിക്കണ കറണ്ട് പോകുന്നുണ്ട് നെറ്റ് പോകും. അങ്ങനെ എനിക്ക് ഓണർ സ്കോർ കുറയും. ഓണർ സ്കോർ കുറഞ്ഞിട്ടാണെങ്കിലോ മൈക്ക് ബാനാവും. ഇത് പറഞ്ഞ് ഓണർ സ്കോർ പറയണത് കുഴപ്പമില്ലായിരുന്നു, മൈക്ക് ബാനാക്കണം എന്തിനാണ്? ഓണർ സ്കോർ പറഞ്ഞിട്ടോ കുഴപ്പമില്ല, മൈക്ക് ബാനാക്കണ ഭയങ്കര ശല്യമാണ് ഗൈസ്. മൈക്ക് ബാനാക്കണ ഒരു ഇതാണ്. ഇത് അപ്ഡേറ്റ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഫ്രീ ഫയർ വന്നിരുന്നു എന്നാലേ അപ്പോൾ ഗ്രോസ് വെച്ച് നല്ല അടി കൊടുക്കുന്നുണ്ട്. ഒരു നിമിഷം ചാവണില്ല എന്നാടാ. എത്ര അടി കൊടുത്തു അപ്പോഴത്തേക്കും കൂടുതലായിട്ട് 2-3 അടി കൂടെ കൊടുത്ത ഞാൻ ചത്തനെ. അപ്പോഴത്തേക്കും എനിക്ക് ഈ ഗ്ലൂ വാൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെർമനൻ്റ് ഇട്ടായിരുന്നു പൊളിക്കാനെ. ഈ ബൂം എന്നുള്ള ഇതുണ്ടായി. പെർമനൻ്റ് അല്ല, 30 ദിവസത്തേക്കോ അത്രയും കണ്ടേ ഉള്ളൂ. നമ്മളൊരുത്തനെ നോക്കിട്ടായിരുന്നു, പക്ഷേ എല്ലാണും കൂടെ വന്ന് ഇവനാണ് കൊടി മോട്ടറിന് ഗൈസ്. മോട്ടർ പിന്നെ പ്രായങ്ങളല്ലേ, കൊച്ചു പിള്ളേരല്ലേ എന്ന് വെച്ച് വിട്ടു കൊടുക്കുവാണ്. അങ്ങനെ 3-3 അവസാനിക്കണേ ലാസ്റ്റ്. എന്നിട്ട് ഞങ്ങൾ കളി ജയിക്കുമോ ഇല്ലയെന്ന് നിങ്ങൾ തന്നെ കണ്ടറിഞ്ഞു. ഇത്രയൊക്കെ എടുത്തിട്ട് ഞാൻ ഈ കളി ബൂയി അടിക്കുമോ ഇല്ലേ? ഈ പോണ ബംഗാളിയാണ് ഗൈസ്. 4-ാം നമ്പർ ബംഗാളിയാണ്. പുള്ളിക്ക് 70 ലെവലെങ്ങാണ്ടുണ്ട്. എന്നിട്ട് പുള്ളി കളിക്കണ കളിയാണ് വെറും ലൊട്ടക്കളി. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ബെൻസ് എന്ന് പറയുന്ന ഒരുത്തുണ്ടെന്ന്. അവനെ ക്ലാസ്സിലത്തേക്ക് നന്നായിട്ട് കളിക്കുന്ന അവനാലോ, അവനുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ ഓഫ്ലൈനായി ബാക്ക് അടിച്ചു. ഞാനും ഈ EX1ഉം ബെൻസനും പിന്നെ വേറെ ഒരുത്തുണ്ടോ നീസിമസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കണയാ. ഞങ്ങൾ ഈ 4 സ്ക്വാഡും കൂടി എന്നാ ടീമാണ് നോക്കണം. പോണ കളി എല്ലാം പോയാ നല്ല ടീമാണ്. ജോക്കറിനെ അത്ര കളിക്കറിയില്ലെങ്കിലും പുള്ളി പാവട്ടോ. ജോക്കറോട്ടോ നീസിമസ് ഇല്ലേ, അവൻ്റെ ഗെയിം നെയിം ജോക്കറിനാട്ടോ ഇട്ടേക്കണേ. അപ്പോൾ അവനത്ര കളിക്കാനൊന്നും അറിയില്ല. അവൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 മാസമായിട്ടുള്ളൂ. അപ്പോൾ അവനത്ര കളിക്കാനൊന്നും അറിയില്ല. എന്നാലും പാവാ, ഞങ്ങൾ കൂട്ടൊക്കെ ചെയ്യും കളിക്കാൻ. അപ്പോൾ കളിച്ച് പഠിച്ചുണ്ട്. ഹെഡ് ഷോട്ടൊക്കെ അടിക്കും. അടിക്കൂല എന്നൊന്നല്ല, കളിക്കൂല, അത്ര കളിക്കൂന്നൊന്നല്ല, ഹെഡ് ഷോട്ടൊക്കെ അടിക്കും. കളിക്കാനൊക്കെ കൂടും. പക്ഷേ ഒരേ നേരം നോക്കിയാൽ BR CS അല്ലേ സിമ്പിള്. കുറച്ച് സമയം കുറവാ, പെട്ടെന്ന് തന്നെ പുഷും ചെയ്യാം. BR ആണെങ്കിൽ കുറേ നേരം എടുക്കും, കളിച്ച് മടുക്കും. എത്ര കളിച്ചാലും കിട്ടണ 10-12 പ്ലസ് ഇങ്ങനെ കയറ്റി അപ്പം ഹീറോയ്ക്ക് അടിക്കാനാ. ഞാൻ നല്ല ഡാമേജ് എടുത്തു. എന്നിട്ട് ആ കേലോർബിറ്റ് അടിച്ചിട്ടില്ല. നോക്കായി റിവൈവ് നിൽക്കുമ്പോഴത്തേനും അടുത്തവൻ വന്നു. അവന് MP5 കണ്ടേ. എന്നിട്ട് അവനെന്നെ അടിച്ചു. MP5 3 അങ്ങനെ അവനെന്നെ അടിച്ചിട്ടു. അങ്ങനെ 3-2 ഇനിയാണ് ഈ കളി പോവും. ഈ കളി മര്യാദക്കല്ലാണത്തിന് എന്നെ ഫോളോ മീന്ന് അടിക്കുന്നു. പക്ഷെ അവന്മാർ വരണ്ടേ, എൻ്റെ മൈക്ക് വരല്ലേ ഞാൻ എനിക്ക് പറഞ്ഞു. Follow me.
ക്യാരക്ടർ പൊളിയല്ലേ. ഇപ്പം കയറും, വേണമെങ്കിൽ എച്ച് പിയും കൂട്ടാം. പൊളിയാ. എൻ്റെ ബണ്ടിലും ഇഷ്ടമാണ്. ആ ചുമന്ന ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ക്യാരക്ടറിൻ്റെ. എല്ലാവരും ഇപ്പം പടമാവില്ല ഈ കളി. ഒരുത്തരം അവിടെ കൊണ്ട് ഞാൻ കുത്തിപ്പിടിച്ചിടുക, എന്നിട്ട് അവൻ ചാവില്ല. എത്ര അടി കൊടുത്താലും ചാത്തില്ല. എന്നിട്ട് ലാസ്റ്റ് ഒരുത്തം കുമ്മിക്കൊണ്ട് പോകുന്നു. പക്ഷെ പോയിട്ട് ഇത്ര ഡാമേജ് കൊടുത്താൽ ഗൈസ് അത്ര ലോഗ് ചെയ്യുന്നവന് അടിച്ചിട്ടത്. അതും നമ്മുടെ MP5. അതിന് ശേഷം മേളിൽ പോകണം. മേളിൽ ഇനിമയുണ്ട് കേട്ടോ. അതിനും വലിയ പൊട്ടൻ. ഞാൻ ഒരുത്തം നല്ല ഡാമേജ് കൊടുത്ത കൊല്ലണ്ടേ പൊട്ടനൊക്കെ. ഗ്ലൂ ഇടാൻ പാടില്ല. എൻ്റെ കയ്യിലാണ് ഗ്ലൂ ഇല്ല. എന്നിട്ടോ ഈ കളി പോയി. ആ ഓർബിറ്റിന് മര്യാദയ്ക്ക് അടിച്ചിടായിരുന്നു. 2 പേരുണ്ട്. വേണ്ട എന്നെ സുഖാവേവ് ഇതുവരെ വിട്ടില്ല. കളി പോയി. ഞാൻ ഈ കളി ബോയ് അടിക്കായിരുന്നു. പൊട്ടനെ അടിച്ചിട്ടില്ലടാ അതേ ഫ്ലാഗ് മോട്ട്. ലാസ്റ്റ് കണ്ടോ സാരാ കളി കഴിക്കണമെന്ന് നിങ്ങൾ കണ്ടോ? ഫ്ലാഗ് മോട്ടൊക്കെ ഇടുക. സത്യം പറഞ്ഞാൽ MP40 ഞാൻ എടുക്കാറില്ല. കൂടുതലും UMP എടുക്കണം. ഇപ്പോൾ UMP ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റ് കളിയല്ലേ പിടിച്ചാൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാഗസോൺ എടുത്തു. അതുകൊണ്ട് പണ്ടേ നമ്മൾ കാളയൊന്നും കിട്ടിയില്ല, നമ്മൾ കുത്തിപ്പിടിക്കുമല്ലോ. കുത്തിപ്പിടി ഉയരില്ലേ. അയ്യ ഈ കളി നമ്മൾ പോകുന്നുണ്ട്. കളി ജയിക്കോ ഇല്ലയോ? അങ്ങനെ മറ്റേ സ്മോക്ക് ഗ്രനേഡൊക്കെ എറിഞ്ഞിട്ടുണ്ട്. ടീമായിട്ട് ഗ്രാനേഡൊക്കെ എടുത്തെറിയുന്നുണ്ട്. എന്നാവൂന്നൊന്നും അറിയില്ല. നമ്മുടെ കേരളത്തിൻ്റെ AW ഒക്കെ ഉണ്ട്. പിന്നോക്ക് കേട്ടു. നമ്മുടെ നമ്മുടെ മറ്റേ വേണം തന്നെ EX-നും നല്ല ഡാമേജ് കിട്ടി. അപ്പോഴത്തേക്കും ഗ്ലൂ നല്ല ഡാമേജ് കിട്ടു. തൊട്ടനെ കിട്ടത്തില്ല. പക്ഷേ നമ്മൾ മെഡിക്കറ്റ് അപ്പോഴത്തേക്ക് അടിച്ചു. വീണ്ടും മെഡിക്കറ്റ് പറയണേ വട്ടായൊന്നും അടിക്കണ്ടായിട്ടുണ്ട്. അവനെ റിവൈവ് ചെയ്ത് വിട്ടു. അവൻ്റെ പേരാണ് കേലോർബിറ്റ്. ഇപ്പോൾ നമ്മുടെ EX-ൻ്റെ കുടിലം പോലത്തെ എയ്സ് നിങ്ങൾക്ക് കാഴ്ച വെക്കാം. ഞാനാണ് മാഗെടുത്ത് കുത്തിപ്പിടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അവൻ എയ്സെടുത്തു. നമ്മളങ്ങനെ ദൂരെടുത്തില്ല.